ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ ഹോണ്ടയുടെ ഗ്ലാമർ വണ്ടി. ഇടയ്ക്ക് ഫ്യൂസ് നിൽക്കണില്ല, ഫ്യൂസ് ഇടയ്ക്ക് പോവുക, അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. ഫ്യൂസ് അടിച്ചു പോവും. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യണ ഈ ഭാഗത്താണ് അതിൻ്റെ ഒരു ചെറിയൊരു ഷോട്ടിങ് കാണിച്ചത്. പ്രത്യക്ഷത്തിൽ അതല്ലാതെ കൊണ്ട് വേറെ പ്രോബ്ലം ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ നിലവിൽ നമ്മളതൊന്ന് അഴിച്ച് ഫുൾ ഇൻസുലേറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിരുന്നത്, അത് നമുക്ക് ഈ ഇവിടുത്തെ ലീക്കിൻ്റെ കേസാണ് ഈ പറഞ്ഞേക്കണേ. അപ്പോൾ അത് നമുക്ക് തൽക്കാലം ഈ റബ്ബറും കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് നമുക്ക് സ്പെയർ ആയിട്ട് വന്നില്ല. അതുകൊണ്ട് ഓയിൽ ലീക്കിൻ്റെ കേസ് നമ്മൾ തൽക്കാലം ചെയ്യണില്ല. ആ ഓയിൽ ചേഞ്ചിൻ്റെ കേസ് പറഞ്ഞാൽ ഓയിൽ ചേഞ്ച് നമുക്ക് കൂടുതൽ ചെയ്തു വിടാം. ഓയിൽ ലീക്കിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ കോയിലേപ്പാടിയാണ് ഈ റബ്ബർ വരാം. ഞാൻ അന്വേഷിച്ച് നോക്കാം, കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നമ്മളത് അഴിച്ചിട്ട് കയറുള്ളൂ. അല്ലാണ്ട് വെറുതെ അഴിച്ച് പശ ഇട്ടിട്ടൊന്നും ആ കംപ്ലയിൻറ്റ് തീരാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ നിലവിൽ ആ വയറിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് റെഡിയാക്കാം, എഞ്ചിൻ ഓയിൽ മാറ്റാം, പിന്നെ ആ ചെയിനും ബ്രേക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം, മൈനർ ചെക്കപ്പായിട്ട്. അപ്പോൾ അത് അത്രയും പേര് ചെയ്തു വിടും കേട്ടോ. അതാണ് മറ്റേപാടെ ഓയിൽ ലീക്കിൻ്റെ കേസ് റെഡിയാക്കാനായിട്ട് നമുക്ക് അതില്ലാതെ കൊണ്ട് അഴിച്ചിട്ട് കയറില്ല. പിന്നെ ഇടയ്ക്ക് എപ്പോഴേലൊക്കെ സമയം കണ്ട സമയത്ത് ഈ ചേസിൻ്റെ പോസ്റ്റൊക്കെ ഫുള്ളായിട്ടൊന്ന് അഴിച്ചൊന്ന് വാഷ് ചെയ്യിച്ചു കേട്ടോ. കാരണം ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ തുരുമ്പൊക്കെ കയറി നമുക്ക് അറിയില്ല. പിന്നെ തന്നെയല്ല ഇടയ്ക്ക് ഒന്ന് അഴിച്ച് കഴുകിയിട്ട് പെയിൻ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് വിടണം നല്ലതാണ്. അല്ലെങ്കിൽ എല്ലാം പോയി കഴിയുമ്പോൾ നമ്മൾ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം, അവർക്ക് തീർന്നുള്ളൂ. അപ്പോൾ വണ്ടി റെഡിയാക്കി വെച്ചേക്കാം, എപ്പോഴാണെന്ന് വെച്ചാൽ ഒന്ന്